ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ചന്ദ്രിക സോപ്പാണ്. അതായത് നമുക്കൊരു 10 ചന്ദ്രിക സോപ്പിന് ഓർഡർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നമുക്കിത് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നൊന്നും നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒന്ന് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പിന്നാലെയുള്ള ഓട്ടത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഇടാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് വീഡിയോസ് ഇട്ടിട്ട് 4-5 ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെന്ത് ചെയ്തു, വാച്ച് അവറും അതെ വ്യൂസൊക്കെ അവിടെ ഡൗൺ ആയിട്ട് കിടന്ന്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് നമ്മളൊരു വീഡിയോസ് ഇട്ടാലാണ് നമുക്കതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുള്ളൂ. നമ്മളവിടെ വീഡിയോ ഇട്ടില്ലേ അതങ്ങനെ അവിടെ കിടക്കും. അപ്പോൾ ഈ കല്യാണങ്ങളും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഇടാനും എടുക്കാനും ഒന്നിനും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, വൈഫൈ എന്ന് പറഞ്ഞ സാധനം നമ്മൾ പോണോടത്ത് ഇപ്പോൾ എല്ലായിടത്തും വൈഫൈ ഉണ്ടായിക്കോളണം എന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വൈഫൈ ഇല്ലാത്തതുകൊണ്ട് വീഡിയോസ് ഇടാനും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് പോലും ഇടാനുള്ള ടൈമും അതുപോലെ തന്നെ നെറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിത് ഓർഡർ കിട്ടിയിട്ട് 2 ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1 kg സോപ്പ് ബേസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ചന്ദ്രിക സോപ്പ് ഉണ്ടാക്കി തരുന്നത്. അതായത് ഇതിൽ നമ്മൾ കളറാണ് ആഡ് ചെയ്യുന്നത് ചന്ദ്രിക സോപ്പിൽ, പ്രത്യേകിച്ച് വേറെ ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്യണില്ല. അപ്പോൾ 1 കിലോ സോപ്പ് ബേസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മളിങ്ങനെ കട്ട് ചെയ്യണത് കാണിക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിഞ്ഞോളണം എന്നുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് വീണ്ടും വീണ്ടും കട്ട് ചെയ്തിട്ടുള്ളതും കാണിച്ചത്. അപ്പോൾ നമ്മൾ 1 കിലോ സോപ്പ് ബേസ് വെച്ചിട്ടാണ് നമ്മൾ 10 ചന്ദ്രിക സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മളത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെൽറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോഴത്തേക്കും ഞാനത് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. മെൽറ്റ് ചെയ്യണമെന്നും ഞാൻ കാണിച്ചിട്ടില്ല. എല്ലാ പ്രാവശ്യവും എപ്പോഴും ഇങ്ങനെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മെൽറ്റ് ചെയ്യണതൊന്നും ഞാൻ കാണിക്കാതിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് മെൽറ്റ് ചെയ്തിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യുക, ചന്ദ്രിക ഇതിൻ്റെ സോപ്പിൻ്റെ കളർ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഒരു ചന്ദ്രിക സോപ്പിൻ്റെ കളർ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ഗ്രീൻ കളറാണല്ലോ, നല്ല ഡാർക്ക് ഗ്രീൻ ആണല്ലോ ചന്ദ്രിക സോപ്പിൻ്റെ കളർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡാർക്ക് ഗ്രീൻ കളറാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചന്ദ്രികയുടെ സ്മെല്ലുമാണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ചിലവരിതിൽ എന്താണ് അലോവേരയുടെ ജെല്ല്, അതുപോലെ തന്നെ അലോവേരയുടെ ഇത് കറ്റാർവാഴയുടെ ജെല്ലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ആഡ് ചെയ്യണവരുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ചപ്പോൾ എനിക്ക് എന്തോ കളർ കുറവ് പോലെ തോന്നി. ഡാർക്ക് നല്ലൊരു പച്ചയാണല്ലോ നമ്മുടെ ചന്ദ്രിക സോപ്പ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കളർ കുറവായ പോലെ തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്ത് കളർ ആഡ് ചെയ്ത്, എന്നിട്ട് നമ്മളത് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ എനിക്ക് എന്തോ ഒരു കളർ കുറവുള്ള തോന്നിയപ്പോഴാണ് ഞാൻ വീണ്ടും കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതിൽ നമ്മൾ 2 മൂടിയോളം എന്താണ് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 20 ml ആണ്. അത് ഞാൻ എപ്പോഴും കണക്ക് കൂട്ടിയിട്ട് അങ്ങനെ 2 മൂടിക്കാണ് ഞാൻ എടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ml കണക്കിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. 1 കിലോ സോപ്പ് ബേസിലേക്ക് നമുക്ക് 20 ml എങ്കിലും ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുത്താലാണ് നമുക്ക് മണം പുറത്തേക്ക് തള്ളി നിൽക്കുള്ളൂ. ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തപ്പോൾ എനിക്ക് എന്തോ കളർ കുറവുള്ള പോലെ തോന്നിയപ്പോഴാണ് ഞാൻ വീണ്ടും കുറച്ചും കൂടെ കളർ ആഡ് ചെയ്ത് കൊടുത്ത്. നമുക്ക് 10 സോപ്പിന് ഓർഡർ ഉണ്ട്. 10 സോപ്പ് ഒരു ചന്ദ്രിക സോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ കളറിൽ തന്നെ കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്കിത് ഫുള്ളായിട്ട് മോൾഡിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഫുള്ളായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചന്ദ്രിക സോപ്പ്. ഇത് ചിലത് കളർ കുറവുണ്ട്, ചിലത് ഡാർക്ക് കളറും ഉണ്ട്. അത് നമ്മൾ കുറച്ച് ഒഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ചും കൂടെ കളർ ആഡ് ചെയ്തതുകൊണ്ടാണ് ഇതിൽ 2 കളറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് പണിയുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സോപ്പാണ് ചന്ദ്രിക സോപ്പ്. ഇത് ഒരുവിധം എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്യണത് തന്നെയാണ് ചന്ദ്രിക സോപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ധൈര്യമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫ്രാഗ്രൻസും സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ.